വയറുവേദനയും ഛർദിയായിട്ട് കിടക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് മര്യാദയ്ക്ക് പറഞ്ഞു ക്ലാസ്സിലേക്ക് വരണ്ടേ, ക്ലാസ്സിലേക്ക് വരലേന്ന്. അപ്പോൾ ഞാൻ അറ്റൻഡൻസ് മുഖ്യം ബിഗിലേ എന്ന് വെച്ചിട്ട് ഞാൻ ക്ലാസ്സിൽ പോയതാണ്. ആ സ്പോട്ടിൽ തന്നെ തിരിച്ച് വരേണ്ടി വന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി നേരെ ഹോസ്പിറ്റലിലോട്ട് വിട്ടു. ഹോസ്റ്റലിൻ്റെ ബാക്കിലൊരു ഹോസ്പിറ്റലുണ്ട്. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇവിടെ ആധാർ കാർഡ് വേണം, OP ടിക്കറ്റ് എടുക്കാമെന്ന് എനിക്കറിയില്ലായിരുന്നു. ആ ചേച്ചി ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആധാർ കാർഡ് വേണമെന്ന്. അപ്പോൾ നേരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിക്കാൻ തുടങ്ങി. പിന്നെയാണ് മനസ്സിലായി എൻ്റെ അമ്മയച്ഛന് വർക്കിന് പോയിക്കാണ്. അപ്പോൾ നേരെ വിട്ടു എൻ്റെ ഹോസ്റ്റലിലോട്ട്. ആധാർ കാർഡ് എടുത്തിട്ട് വന്നു. പിന്നെ ഞാൻ OP ടിക്കറ്റൊക്കെ എടുത്തിട്ടോ. പിന്നെ അവിടുന്ന് ആ മേഡം പറഞ്ഞു BP പ്രഷറൊക്കെ ചെക്ക് ചെയ്യണം പറഞ്ഞു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരിക്കേണ്ടി വന്നു. അപ്പോഴേക്കും മറ്റേ മേഡം വന്നു, പ്രഷർ BP ഒക്കെ ചെക്ക് ചെയ്തു. BP കുറച്ച് ലോ ആണ് എന്നൊക്കെ പറഞ്ഞ്. സത്യം പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഭംഗിക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവരിങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് എന്തൊക്കെയോ അസുഖമുള്ള പോലെയൊക്കെ ഫീൽ ചെയ്തു കേട്ടോ. ഒരു ചെറിയ ഛർദി വയറുവേദനയാണ്, എന്നാലും എനിക്ക് എന്തൊക്കെയാണ് തോന്നി. പിന്നെ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ നീങ്ങണ പോലെ ഞാനും നീങ്ങാൻ നോക്കി. പക്ഷേ എൻ്റെ ചെയർ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയൊന്നും ചെയ്തില്ല. പിന്നെ ഡോക്ടർ മരുന്ന് എഴുതുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കുറേ മരുന്ന് എനിക്ക് കഴിക്കാനുണ്ടെന്ന്. പിന്നെ നന്നായി നോക്കുകയൊക്കെ ചെയ്തു കേട്ടോ. BP കുറച്ച് ലോ ആണ്, അതുകൊണ്ട് ടാബ്ലറ്റൊക്കെ കൃത്യസമയത്ത് കഴിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ പ്രത്യേകിച്ച് ഫുഡ് പുറത്തുനിന്ന് കഴിക്കരുതെന്ന് പറഞ്ഞു. ഞാനല്ലേ ആൾ പുറത്തുനിന്ന് കഴിക്കാതിരിക്കുകയാണല്ലോ. പിന്നെ അവിടെ നിന്ന് മരുന്ന് വാങ്ങാനായിട്ട് പോയി. ഒന്നാമതേ ഞാൻ മരുന്ന് കഴിക്കാൻ നല്ല മടിയുള്ള കൂട്ടത്തിലാണ്. പിന്നെ ആ ചേച്ചി മരുന്ന് എടുക്കുന്നുണ്ടപ്പോൾ തന്നെ എനിക്ക് ടെൻഷനായി. ഓരോ പലതരം കളറായിരുന്നു. ഇനി ഇതൊക്കെ കഴിക്കണ്ടേന്ന് ഞാൻ അവൾക്ക് ഇങ്ങനെ പറയുകയാണ്, എൻ്റെ ഫ്രണ്ടിനോട് പറയുകയാണ് എനിക്ക് വയ്യ, പക്ഷേ എന്തായാലും കഴിച്ചേ പറ്റൂ. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിലോട്ട് നടന്നിട്ടോ. പിന്നെ ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷമാണ് കൂടുതൽ ടയേർഡ് ആയിക്കണം. ഞാൻ വെയിലത്ത് നടന്നിട്ട് തോന്നുന്നു ഇനി മരുന്ന് കഴിച്ച് ഓക്കെ ആക്കണം. അങ്ങനെ എൻ്റെ പനി, ഛർദി, വയറുവേദന എല്ലാം മാറിയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.